ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാം. ഓൾറെഡി നിങ്ങൾ ഏണിങ്സ് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കാണേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അതായത് സാധാരണക്കാർ ഒരുപാട് വരുന്നുണ്ട്. വീട്ടമ്മമാരായാലും ശരി, അതുപോലെ തന്നെ പ്രായമില്ല പുരുഷന്മാരായാലും ശരി, അല്ലാതെ സുഖമില്ലാത്തവരായാലും ശരി, ഒരുപാട് പേര് നിലവിൽ ഫേസ്ബുക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്ര റിസ്ക് അല്ലാതെ നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. നമ്മൾക്ക് യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നല്ല റിസ്ക് ആണ്. അതായത് 4000 മണിക്കൂർ, ഒരു വർഷത്തിൽ 4000 മണിക്കൂർ നമ്മൾക്ക് കണ്ടെത്തേണ്ടത് അത് നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. സാധാരണക്കാരനെ കൊണ്ട് ആവാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. അത്യാവശ്യം കണ്ടന്റ് ക്രിയേറ്റർമാർക്കൊക്കെയാണ് ആ 4000 മണിക്കൂറൊക്കെ നമുക്ക് തികയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ, റീൽസ് വഴി നമ്മൾ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 10 മില്യൺ വ്യൂസ് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ ആക്കിയും വേണം. അതാണ് നമ്മളുടെ ഈ യൂട്യൂബിലെ ക്രൈറ്റീരിയ. പക്ഷെ നമ്മൾക്ക് ഫേസ്ബുക്കിൽ അങ്ങനെയല്ല. നിങ്ങളുടെ അക്കൗണ്ട് നിലവിൽ നല്ല രീതിയിൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്റ്റീവ് ആയാൽ മതി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫേസ്ബുക്കിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു അക്കൗണ്ട് ഉണ്ടാവണം. ഫേസ്ബുക്കിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് നിലവിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ഫേസ്ബുക്ക് പിന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നിലവിലുള്ള അക്കൗണ്ട് നിങ്ങളുടെ ക്ലിയർ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലാത്തതാണോ, അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ പ്രൊഫൈലിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. പിന്നീട് നമ്മൾ ഈ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ്. അതായത് നിലവിൽ എൻ്റെ അക്കൗണ്ട് ടേൺ ഓണിലാണെന്നുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ടേൺ ഓഫ് കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ അക്കൗണ്ട് ടേൺ ഓഫിലാണെന്നുണ്ടെങ്കിൽ, നിലവിൽ ഓഫിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടേൺ ഓൺ എന്ന് കാണും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവിടെ ടേൺ ഓൺ എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള ഇന്റർഫേസ് മാറും. നിലവിൽ ഇവിടെ ഡാഷ്ബോർഡ് കാണും, ക്രിയേറ്റ് എന്ന് കാണും, അഡ്വർടൈസ് ഇങ്ങനെയെല്ലാം കാണും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഡാഷ്ബോർഡ് കാണില്ല. നിങ്ങൾ ആ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടെ അങ്ങനെ ആയിരിക്കില്ല കാണുന്നത്, വേറെ രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു അക്കൗണ്ട് ആയി. അത് അല്ലാത്ത പക്ഷം നമ്മൾക്ക് അവിടെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതായത് നമ്മൾ നിലവിൽ അവിടെ ടേൺ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾക്ക് വീണ്ടും അതേ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പ്രൊഫൈലിന്റെ സ്റ്റാറ്റസിൽ ഇവിടെ കാണുന്ന ഈ 4ാമത്തെ ഭാഗത്തുള്ള ഈ പ്രൊഫൈലിന്റെ സ്റ്റാറ്റസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റെക്കമെൻഡേഷൻ ആക്റ്റീവ് ഉണ്ട്, മോണിറ്റൈസേഷൻ നോട്ട് എലിജിബിൾ ഉണ്ട്. ഈ റെക്കമെൻഡേഷൻ ആക്റ്റീവ് മീൻസ് ഞാൻ കുറച്ച് കാലമായിട്ട് ഇത് യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് അവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. മോണിറ്റൈസേഷൻ നോട്ട് എലിജിബിൾ എന്നാണ്. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ ആക്റ്റീവ് ഇല്ല. എനിക്ക് ഇതിന്റെ ഈ അക്കൗണ്ടിൽ അത്ര ആവശ്യം വരുന്നില്ല, ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഞാനതിൽ ആക്റ്റീവ് ഇല്ല, അതുകൊണ്ട് അവിടെ നിലവിൽ നോട്ട് എലിജിബിൾ എന്നാണ് കാണിക്കുന്നത്. ഇത് രണ്ടും നമ്മൾക്ക് ആക്റ്റീവ് ആക്കി എടുക്കണം. ആക്റ്റീവ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഓരോ ടൂളും നമുക്ക് ലഭിക്കുന്നത്. അതായത് നിലവിൽ ഇതിന്റെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള മോണിറ്റൈസേഷൻ്റെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നോട്ട് യെറ്റ് എലിജിബിളിന്റെ താഴെ 3 ടൂള് കാണാം. ഈ 3 ഫേസ്ബുക്കിൽ ഇമ്പോർട്ടന്റ് ടൂള്. അതിന്റെ കൂടെ മറ്റു പല ടൂളുകളുണ്ട്, പക്ഷെ അതിനെ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ പാർട്ട്ണർഷിപ്പ് ആഡ് ആയാലും ശരി, അതുപോലെ തന്നെ നിലവിലുള്ള ആൻഡ്രോയിഡ് കളക്ഷൻ, അതുപോലെ തന്നെ പിന്നെ നിലവിലുള്ള ആഡ് പ്രൊഡക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല ടൂൾസുകളും നിലവിലുണ്ട്. അപ്പോൾ അതിനേക്കാളും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് നമ്മൾക്ക് ഇവിടെ കാണുന്ന ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളാണ്. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്റ്റീവ് ആവണം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങളുടെ പ്രൊഫൈല് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ പ്രൊഫൈല് നിങ്ങൾ ലോക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ലോക്ക് എന്ന് കാണും, അതായത് അൺലോക്ക് എന്ന് കാണും. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ലോക്കില്ലാന്നുള്ളത്, അത് നമ്മൾ അവിടെ പോയിട്ട് അൺലോക്കും ആക്കണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രൊഫഷണൽ മോഡ് ഓണിലായിരിക്കണം. രണ്ടാമത്, നിങ്ങളുടെ അക്കൗണ്ട് ലോക്കാണെന്നുണ്ടെങ്കിൽ അത് അൺലോക്കിലായിരിക്കണം. പിന്നീട് നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ പ്രൊഫൈലിന്റെ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എന്തും ഒരു ഇഷ്യൂ ഉണ്ടാവാനും പാടില്ല. ഇനി അഥവാ നിങ്ങൾ പ്രൊഫഷണൽ മോഡ് ഇപ്പോഴാണ് നിങ്ങൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ റെക്കമെൻഡേഷൻ
അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ രണ്ടും നോട്ട് എലിജിബിൾ ആയിരിക്കും ഉണ്ടാവുന്നത്. അത് കുറച്ചു കാലം നിങ്ങൾ കണ്ടിന്യൂ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ, അതായത് ഡെയിലി റീൽസ്, വീഡിയോ, ഫോട്ടോ, ടെക്സ്റ്റ് മെസ്സേജ്, ലൈവ് ഇങ്ങനെയൊക്കെ ഇട്ട് കുറച്ച് 2-3 മാസം നിങ്ങൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവിടെ എലിജിബിൾ ആയിട്ട് വരും. ഈ നോട്ട് എലിജിബിൾ മാറിയിട്ട് എലിജിബിൾ ആയിട്ട് വരും, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മൾക്ക് ഇതിലുള്ള ഓരോ ടൂളുകളും ലഭിക്കുന്നത്. അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള്, അതുപോലെ തന്നെ സ്റ്റാറിന്റെ ടൂള്, സബ്സ്ക്രിപ്ഷന്റെ ടൂള്, ഈ ടൂളുകളൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ലഭിക്കുന്നു. ഒന്നെങ്കിൽ ആദ്യം സ്റ്റാർ ആയിരിക്കും ലഭിക്കുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും ലഭിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള്. ഈ ടൂള് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഫ്രണ്ടിൽ തന്നെയുള്ള ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടെന്ന് അവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണും. നിലവിൽ ഞാൻ ഇവിടെ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ കാണാത്തത്. അവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും, അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്റ്റീവ് ആവുക. റീൽ ഇട്ട് കൊടുക്കുക, ഡെയിലി അതുപോലെ തന്നെ ഫോട്ടോ ഇട്ട് കൊടുക്കുക, ടെക്സ്റ്റ് മെസ്സേജ്, ലൈവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 3-4 മാസം നിങ്ങൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ആക്റ്റീവ് ആകുമ്പോഴായിരിക്കും അത് ഓരോന്ന് നിങ്ങളുടെ റെക്കമെൻഡേഷനും അതുപോലെ തന്നെ പിന്നെ മോണിറ്റൈസേഷനും എലിജിബിൾ ആയിട്ട് വരില്ലേ, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ട് വരില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടേതായിട്ടുള്ള കണ്ടന്റ് മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒറിജിനൽ കണ്ടന്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഡെയിലി ഒരു റീൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഫോട്ടോ നിങ്ങളുടെ തന്നെ ഫോട്ടോ ആണെന്നില്ല, പുറത്തുള്ള സോഷ്യൽ ആയിട്ടുള്ള എന്ത് ഇഷ്യൂ ആയാലും അത് ഫോട്ടോ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലൈക്ക്, കമന്റ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് കൂടുതൽ എൻഗേജ്മെന്റ് ആവും. അപ്പോൾ എൻഗേജ്മെന്റ് കൂടുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ടൂള് ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം ലൈവിൽ പോകുമ്പോൾ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, 2-3 പ്രാവശ്യം നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ടന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവർ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് വാരി വലിച്ചെടുത്ത് കോപ്പി ആക്കിയിട്ട് നിങ്ങൾ ഡയറക്റ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അക്കൗണ്ടിൽ ഒരിക്കലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എലിജിബിൾ ആയിട്ട് ലഭിക്കില്ല. ഓക്കെ, രണ്ടാമത് ആക്സിഡന്റ് കേസുകളോ അങ്ങനെയുള്ള സംഭവങ്ങളോ നിങ്ങൾ ഉടനെ എടുത്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തു വരുന്നത്, അത് നിങ്ങളുടെ അക്കൗണ്ടിനെ ബാധിക്കും. മൂന്നാമത് സെക്ഷുവൽ ആയിട്ടുള്ള വീഡിയോ ആയാലും ശരി, ഫോട്ടോ ആയാലും ശരി, എന്തായാലും നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തത് അപ്പോഴും നിങ്ങളുടെ അത് മോണിറ്റൈസേഷനെ ബാധിക്കും. പിന്നെ കൊച്ചു കുട്ടികളുടെ ഉടുപ്പില്ലാത്ത വീഡിയോ പല ആൾക്കാരും ശ്രദ്ധയില്ലാണ്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ഫോട്ടോ ആയാലും ശരി, വീഡിയോ ആയാലും ശരി, അങ്ങനെയുള്ള അക്കൗണ്ടുകൾക്കും പണി കിട്ടും. പിന്നെ കുട്ടികളെ അടിക്കുന്ന കേസുകൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ ആക്രമിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ വീഡിയോകൾ, അത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്. അപ്പൊ അതൊന്നും കൂടാതെ നിങ്ങളുടേതായ കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിന്യൂ ഒരു 4-5 മാസം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് നമ്മളുടെ കണ്ടന്റ് മാത്രം അപ്ലോഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഓരോ ടൂളുകൾ ലഭിക്കില്ലേ. നിങ്ങൾക്ക് ടൂള് ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാവില്ലേ, ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക, മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്യുക. ടൂള് ലഭിച്ചു കഴിഞ്ഞാൽ യുവർ പ്രോഗ്രാമിന്റെ താഴെ നിങ്ങൾക്ക് ലഭിച്ച ടൂളുകളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് യെറ്റ് എലിജിബിൾ എന്നാ നേരത്തെ ഉണ്ടായിരുന്നു താഴെ, അതായത് നിങ്ങൾക്ക് ആ ടൂളൊക്കെ ലഭിക്കുന്നതിന് മുമ്പ് താഴെ ഉണ്ടായിരുന്ന നോട്ട് യെറ്റ് എലിജിബിൾ, അതിന്റെ താഴെയാണ് ഈ 3 ടൂളും ഉണ്ടായിരുന്നത്. അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള്, സ്റ്റാർ, സബ്സ്ക്രിപ്ഷൻ ഒക്കെ എല്ലാം അതിന്റെ താഴെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് എല്ലാ ടൂളുകളും യുവർ പ്രോഗ്രാമിന്റെ അണ്ടറിലായിട്ട് വന്നിട്ടുണ്ട്. കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള്, സ്റ്റാർ, സബ്സ്ക്രിപ്ഷൻ, ഇങ്ങനെ എല്ലാ ടൂളുകളും ആ യുവർ പ്രോഗ്രാമിന്റെ അടിയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൂളിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം, ഏതൊക്കെ കണ്ടന്റിനാണ് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടന്റ് മോണിറ്റൈസേഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഫോട്ടോയിൽ ലഭിച്ച ഏണിങ്സ് ആണ് ഇവിടെ കാണുന്നത്, അതുപോലെ തന്നെ റീൽസിൽ ലഭിക്കുന്ന ഏണിങ്സ് ആണ് ഇവിടെ കാണുന്നത്, ടെക്സ്റ്റിൽ ലഭിച്ച ഏണിങ്സ് ആണ് ഇവിടെ കാണുന്നത്, സ്റ്റോറി, ബോണസ്, അങ്ങനെ നമുക്ക് ഓരോ ഫോർമാറ്റിലുള്ള കണ്ടന്റിലും നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട്. നമ്മൾക്ക് ആ ടൂള് കിട്ടിയാൽ മാത്രം ഓട്ടോമാറ്റിക് ആയിട്ട് ഏണിങ്സ് വരില്ല, നമ്മൾ കണ്ടന്റ് ഡെയിലി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് നമുക്ക് ഏണിങ്സ് വന്ന് തുടങ്ങല്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം ഇടയിലായിട്ട് നമുക്ക് പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഈ ഒരു ഭാഗത്ത് നമുക്ക് പേ ഔട്ട് സെറ്റപ്പ്, അതായത് നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനും US ടാക്സ് ഫോമും ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ സമയത്ത് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, അതുപോലെ തന്നെ US ടാക്സ് ഫോമും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തുതരും. നമ്മൾ ചെയ്യുന്നത് പെയ്ഡ് സർവീസ് ആയിട്ട് വരും. പിന്നെ നിങ്ങൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും.
അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യാം. അതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ $25 നമ്മൾക്ക് എപ്പോഴാണോ ആവുന്നത് ആ ആവുന്നതിന്റെ തൊട്ടപ്പുറത്തെ മാസം, അതായത് ഈ മാസം നമ്മൾക്ക് 28ന്റെ ഉള്ളിലായിട്ട് $25 ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തെ മാസം 23-30ന്റെ ഉള്ളിലായിട്ട് നമുക്ക് ആ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് ബാങ്ക് 3 ഓപ്ഷൻ ഉണ്ട്: ബാങ്ക് ട്രാൻസ്ഫർ, വയർ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ പേപ്പാല്. ഈ 3 ഓപ്ഷനിൽ ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ലഭിക്കുന്ന വരുമാനം $25 ആയിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ മാസം 23-30ന്റെ ഉള്ളിലായിട്ട് ലഭിക്കും. ഇനി അഥവാ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് $100 എപ്പോഴാണോ ആവുന്നത്, അതായത് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിലുള്ള ഏർണിങ്സ് മൊത്തത്തിൽ കൂടിയിട്ട്, അത് ഒറ്റ മാസം തന്നെ ആവണമെന്നില്ല, 2-3 മാസം കൂടിയിട്ട് $100 ആയാലും കുഴപ്പമില്ല. $100 ആയതിന്റെ തൊട്ടപ്പുറത്തെ മാസം 23-30ന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ആ എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പേപ്പാല് അതിന് സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക, അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ച് റിസ്ക് ആണ് ആ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് പേ ഔട്ട് സെറ്റപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏർണിങ്സ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും. അതായത് ഞാനിപ്പോ പേ ഔട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, നമ്മൾ $25 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ വേയിൽ ഓരോ മാസവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് $25 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി $100 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് ബാങ്ക് വയർ ട്രാൻസ്ഫർ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് $100 ആകുന്നവരെ നമുക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. $100 ആയതിനു ശേഷം ഇവിടെ വരുന്നതായിരിക്കും. അതിന്റെ അതേ മാസം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫേസ്ബുക്കിൽ നമ്മൾക്ക് നിലവിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യണം. എന്നിരുന്നാലും യൂട്യൂബിനേക്കാളും ഒരുപാട് എളുപ്പമാണ് നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് സാധാരണക്കാരൊക്കെ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു ചെറിയൊരു വീഡിയോ കൂടി, ഞാൻ ഓൾറെഡി എല്ലാ വർഷവും ഈ വീഡിയോ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അതായത് ഈ വർഷം ഏകദേശം പകുതിയോളം എടുത്ത്, അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയെന്നുള്ളൂ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.